നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സാമൂഹ്യ സാംസ്കാരിക മാധ്യമ രംഗത്ത് നിറസാന്നിധ്യമായ ശ്രീ AP മുരളീധരൻ മാസ്റ്ററെ ഉദ്ഘാടനത്തിനായി സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇനി അടുത്ത കൊല്ലം ഉണ്ടാവില്ല, ഈ കൊല്ലം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റൂ. ഇതില്ലേ ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ ഈ കൊല്ലം തീർന്നു. അപ്പൊ ഈ കൊല്ലത്തെ ഏറ്റവും മനോഹരമായ ആഘോഷം കൊണ്ട് നിങ്ങൾക്ക് പുതുവർഷത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ അല്ലേ, ഒരുപാട് നന്മകൾ ഉണ്ടാകാനുള്ള ഒരുക്കത്തിലാണ്. ഒരുപാട് ഓർമ്മകൾ സൂക്ഷിച്ചൊരു കൊല്ലം. ഈ കഴിഞ്ഞ കൊല്ലത്തേതുപോലെ അപകടങ്ങളും ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതായത് ഈ ചടങ്ങിന്റെ മനോഹരമായ ഒരു പരിപാടി, ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ജയ് സാറ്, അതുപോലെ സ്വാഗതം പറഞ്ഞ പ്രിയ സുഹൃത്ത് രവീന്ദ്ര മാഷ്, അതുപോലെ എൻ്റെ ദീർഘകാലമായ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഗോപാലേട്ടൻ, അതുപോലെ നമ്മുടെ നാട്ടിലെ ഒരു എന്താണ് പറയുക ഒരു പ്രതിഭ കൂടിയായിട്ടുള്ള റീന ടീച്ചർ, അതുപോലെ ഈ ഇതിൻ്റെ കൺവീനറാണ് ഇരിക്കുന്നത്, ആണോ? അതുകൊണ്ടാണ് നീല സെക്രട്ടറി അങ്ങനെ ഉണ്ട് അല്ലേ? അല്ലേ മനോഹരം ഒടിങ്ങാട്ടല്ലേ? പരിചയമുണ്ടല്ലേ? എനിക്ക് പരിചയമുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും നല്ല പരിചയമുണ്ട്. പക്ഷെ ഞാൻ ആരും പേര് പറയില്ല. പറയണം, സമയമില്ലാത്തോണ്ടല്ലേ പറഞ്ഞത് വേണ്ടല്ലേ? ആ സാഹസത്തിന് എനിക്കറിയില്ല, തമാശ ചുരുങ്ങിയ അല്ലേ, കുഴപ്പത്തിലാക്കണ്ട. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ശരിയല്ലേ? ഒരു പ്രസംഗം തന്നെ വേണ്ടിയില്ലായിരുന്നു എന്ന് ചിലരുടെ മുഖത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇല്ലല്ലേ? നല്ല നല്ല ആൾക്കാരാ. ആയിക്കോട്ടെ. ഏതായാലും നമുക്ക് ഒരുപാട് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് അധിക സമയം എടുത്തു കഴിഞ്ഞാൽ ഞാൻ കാരണം അതെല്ലാം തെറ്റും. അതൊരു ശരികേടാണ്. സാധാരണ എൻ്റെ ഒരു രീതി പറയാം, പറഞ്ഞു തുടങ്ങുമ്പോൾ 10 മിനിറ്റ് എന്ന് പറയാം, 20 മിനിറ്റ് എന്ന് പറയും. പിന്നെ ആ സമയം എത്തുമ്പോൾ മറന്നു പോകും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആ സമയമാകുമ്പോൾ സൂചന തന്നില്ലെങ്കിൽ ഞാൻ 2-3 മണിക്കൂർ എന്നെ കുറ്റം പറയുന്നത് സാർ കേട്ടാലും ആ സമയത്ത് എന്നൊന്ന് പറയണം. അതിൽ ഞാൻ പോയി കഴിയുമ്പോൾ അവരെല്ലാം പറയാം ചങ്ങാതി വന്നത് എല്ലാം കുളമാക്കി തീർച്ചയായും അത് പറയണേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞേട്ടോ, വെറുതെ പറഞ്ഞത്. അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ 16 വർഷമായില്ലേ അമ്മ? ഇങ്ങോട്ട് നോക്കി, ശരിയല്ലേ? എന്തൊരു അത്ഭുതം! ഈ മക്കൾ ഈ വലിയ സൽകൃത്യം ചെയ്യുന്നതിൽ അഭിമാനമില്ലേ? മക്കൾ ഇരിപ്പുണ്ടോ? മക്കൾ വന്നിട്ടുണ്ടോ? ഇല്ലേ? ഇതിനപ്പുറം ഭാഗ്യം വേറെന്താ വരാനുള്ളത്? ഈ മക്കളൊക്കെ നാടിന്റെ വിളക്കായി നാട്ടുകാരെ കൂട്ടിച്ചേർത്ത് ഒരു മാലയിലെ മുത്തുപോലെ കൂട്ടിച്ചേർത്ത് ഇന്നത്തെ കാലത്ത് ഇതൊരു അത്യാവശ്യ കാര്യമല്ലേ? റീന ടീച്ചറെ, ആളുകളെ എങ്ങനെ അകറ്റാമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് മുഴുവൻ ആളുകളെയും ഒരു മാലയിലെ മുത്തുപണികളെ പോലെ കോർത്തിണക്കുന്ന മനോഹരമായ ഒരു അയൽവക്ക വേദിയാണ് നമ്മുടേത്. ഈ അയൽവക്ക വേദി ഇത് മാത്രമല്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെയല്ലേ? അല്ലെ? പിന്നെ ഈ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയായിരിക്കണം എന്ന് ഞാൻ പറയില്ല. അതിന് ഉത്തരവാദിത്വം നിങ്ങളാ, ഞാൻ പറയില്ല. കാരണം എന്താ അറിയോ? 16 കൊല്ലം മുമ്പ് തുടങ്ങാൻ നിങ്ങളാരാ പറഞ്ഞേ? ഇതെല്ലാം നിങ്ങൾ അരച്ചു കലക്കി കുടിച്ച് പഠിച്ചിരിക്കുക അനുഭവം കൊണ്ട് അല്ലെ? അപ്പൊ ഈ പിന്നെ കൃഷി ഓഫീസർ 25 വർഷമായിട്ട് തെങ്ങ് കയറുന്ന തൊഴിലാളിക്ക് കൃഷി ഓഫീസർ തെങ്ങ് കയറാൻ പഠിപ്പിക്കുവാനിരിക്കും. നിങ്ങൾക്കെല്ലാം അറിയില്ലേ? പിന്നെ ഞാനെന്തിനാണ് ഇതൊക്കെ വിശദീകരിച്ച് പറയുന്ന കാര്യമില്ല സാറേ. അപ്പൊ പിന്നെ സമയം കുറച്ച് മതി. എന്നാലും എന്നെ വിളിച്ചപ്പോൾ ഞാൻ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുട്ടിക്കെന്ന് തോന്നുന്നു അല്ലെ കുട്ടി? അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് ആദ്യം പറയാനുള്ളത്, എന്നിട്ട് ഇതിനെപ്പറ്റി അല്ലാതെ വേറെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ തൽക്കാലം ക്ഷമിക്കുക നിവൃത്തിയുള്ളൂ. അങ്ങനെയല്ലേ അമ്മയെ? കുഴപ്പമില്ലല്ലോ, ഇത് നല്ല കുട്ടികളല്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഇതിന്റെ ഒരു പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി ഒരു അയൽവക്ക വേദി അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ സമയക്കുറവിന് കുറച്ച് സ്പീഡിലാണ് പറയുന്നത്. അതില്ലാത്ത മനുഷ്യൻ അനുഭവിക്കുന്നത് പറഞ്ഞാൽ പോരെ, അതിന്റെ ഗുണം അറിയാൻ. കണ്ണിന്റെ കാഴ്ച എപ്പോഴാണ് നമുക്ക് തിരിച്ചറിയുന്നത്? കണ്ണില്ലാത്തവരാകുമ്പോഴാണ് അല്ലേ? അങ്ങനെ പറയാറില്ലേ? അപ്പൊ അതേപോലെ ഞാൻ ഉദാഹരണം പറയാം. ഒരുപാട് ഉദാഹരണം പറയാനുണ്ട്. ഒന്ന് നമുക്ക് തൽക്കാലം പത്തനംതിട്ടയ്ക്ക് കടക്കാം. പത്തനംതിട്ടയിൽ ഒരു 2 മാസം മുമ്പ് 75 വയസ്സായ അവരെ വൃദ്ധൻ എന്ന് വിളിക്കാൻ പറ്റുമോ? 89 വയസ്സ് വരെ വൃദ്ധനല്ല. ഈ വൃദ്ധനായിട്ടുള്ള ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ 70 വയസ്സ് പ്രായമുള്ള ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കൊന്നിട്ട് അയാളും മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു. എന്താ സംഭവിച്ചെന്നറിയോ? ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഏതാണ്ട് 5 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ വൈഫ് ഈ 70-കാരി കിടപ്പിലാണ്. സുഖമില്ലാതെ കിടന്നിട്ട് ചികിത്സിച്ചിട്ടും പൈസയൊന്നും ഇല്ലാതെ ദുരിതമനുഭവിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് ആ ഭാര്യയുടെ ഏറ്റവും പ്രിയങ്കരിയായ ഭാര്യയുടെ വേദന കണ്ട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട്, ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടും ആ പാവം അവസാനം എടുത്ത ഒരു കടുങ്കൈയാണ് ഈ തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടായത്. ശരിയല്ലേ? അപ്പൊ എന്റെ ചോദ്യം, അല്ല ഞാൻ ഉദ്ദേശിച്ചതാണ്, ഈ ഇതുപോലെ ഒരു അയൽവക്ക വേദി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേട് അവർക്ക് ഉണ്ടാകുമായിരുന്നോ? അതാണ് ഇതിന്റെ പ്രാധാന്യം. കുപ്പിടി കിട്ടിയോ? അപ്പൊ ഈ സംവിധാനത്തിന് പ്രാധാന്യം സമയമില്ലാത്തതുകൊണ്ട് ഓരോ ഉദാഹരണം പറഞ്ഞാൽ മതിയല്ലോ, ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കാം. ഞാൻ പറഞ്ഞ സമയം എത്ര ഉദാഹരണമാണ് പറയാനുണ്ട്, തൽക്കാലം നിർത്താം.
ഇനി അയൽവക്ക വേദിയെ പോലെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിലോ ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ തന്നെ ആയിക്കോണമെന്നില്ല, മനുഷ്യന്റെ ഏത് കൂട്ടായ്മയാണ് സാറേ. അതിനൊരു ഉദാഹരണം നമ്മുടെ നാട്ടിലുണ്ടായ കാരമൂലയിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യം വരുന്നില്ലല്ലോ, അസൂയ തോന്നോ? ഇല്ല, എന്നാ ഞാൻ പറയാം. അവിടെ ഈ കോവിഡ് വന്ന കാലം വല്ല ഓർമ്മയുണ്ടോ? മനുഷ്യന്റെ ചരിത്രത്തിൽ നേർക്ക് നേർ നോക്കി ചിരിക്കാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന്റെ ചരിത്രത്തിൽ നിന്നോളം വേറെ ഉണ്ടായിട്ടില്ല. ശരിയാണോ? വല്ലാത്ത കഷ്ടം തന്നെയല്ലേ. ചിരിക്കാണോ, ദേഷ്യം പിടിക്കാണോ, പല്ല് കടിക്കാണോ ഒന്നും അറിയില്ല. അതായത് അങ്ങനെ. അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു 65 വയസ്സ് പ്രായമുള്ള, ഞാൻ ആളുടെ പേര് പോലും പറയും, കാരണം കാലത്തിന്റെ പ്രത്യേകത കൊണ്ട് പേര് പറയാതെ വയ്യ. ഈ വിജയൻ എന്ന ആളാണ്, നല്ല കാര്യമാണ് പറയുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മോശപ്പെടുത്താനുമല്ല. വിജയനും ഭാര്യ 60 വയസ്സ് ഉള്ള തഹരിയുണ്ട്. അവരുടെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ അത് വാർത്ത കൊടുത്ത കാര്യമാണ്, അതുകൊണ്ട് എനിക്ക് അറിയുന്നത് കൃത്യമായിട്ടാണ്, ഞാൻ പോയി കണ്ടതാ, എട്ടുകഥയല്ല. അപ്പൊ ഇവര് കാരമൂല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വാടക പീടികയാണ്. അവിടെ അദ്ദേഹം തയ്യലെടുത്തു, തയ്യൽ ജോലി ചെയ്യുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്ന ദമ്പതിമാരാണ്, മക്കളില്ല. അപ്പൊ ഇവര് ഈ കോവിഡ് കാലം വന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഷട്ട് ഡൗൺ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ പുതിയ വാക്കൊക്കെ ഒന്ന് ഓർമ്മയുണ്ടോ? അതൊക്കെ അങ്ങനെയൊക്കെ ആ കാലത്ത് പണിയില്ലാണ്ടായി. അപ്പൊ ജോലിയില്ല, തയ്യൽ ജോലി ഇല്ലാതെ വന്നപ്പോ എന്തായി പോയി, വാടക കൊടുക്കാൻ പറ്റത്തില്ല. വാടക കൊടുക്കാൻ പറ്റാതെ ഒരു കൊല്ലം 1.5 കൊല്ലം എത്തിയപ്പോൾ ഈ കെട്ടിടോടൊപ്പം നല്ല മനുഷ്യനായിരുന്നു, അതുകൊണ്ട് ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. കാരണം എന്താ, ഇത് അടുത്ത ദിവസം വേറെ ആൾക്ക് വാടക കൊടുക്കാനല്ല, ആരും അന്ന് വാടക എടുക്കൂലല്ലോ. അപ്പൊ അങ്ങനെ ഇറങ്ങി വിട്ട ആൾ നല്ല മനുഷ്യനല്ലേ? അല്ലേ? സത്യം, അതാണ് നല്ല മനുഷ്യൻ. അങ്ങനെ പുറത്ത് അത് ഞാൻ പറയാം, ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഓക്കെ, റെഡിയല്ലേ? ഇരിക്കും നമുക്ക് വർത്താനം പറഞ്ഞു പോവാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അതിനെന്ത് ചെയ്യുന്നറിയാമോ? വാടക വീട്ടിൽ നിന്ന് പുറത്താക്കി തെരുവിലിറങ്ങി കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ വാർദ്ധക്യം ബാധിച്ച ദമ്പതിമാർ. എന്ത് ചെയ്യും? ഈ സമയത്താണ് പ്രിയപ്പെട്ടവരെ ആ സഹോദരിയുടെ കൂടെ തൊഴിലുറപ്പ് പദ്ധതിയിലും കുടുംബശ്രീയിലും പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽപ്പെട്ടിട്ടുള്ള റുഖിയ ഈ വിവരം അറിയുകയാണ്. റുഖിയാണ്, മറ്റത് വിജയനാണ്, ഓർത്തിരിക്കണം. ഈ റുഖിയ എന്ന് പറയുന്ന സഹോദരി വിവരം അറിഞ്ഞു. അപ്പോൾ ഈ കൂട്ടായ്മയിലുള്ളത്, ഇപ്പൊ നമ്മുടെ ഈ റെസിഡൻഷ്യൽ അസോസിയേഷനിൽപ്പെട്ട ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ട ഒരാൾ നാളെ ആശുപത്രി, അങ്ങനെ വരാതിരിക്കട്ടെ, ആശുപത്രിയിലാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഉടനടി എത്തും. കാരണം നമ്മുടെ കുടുംബാംഗമാണ്. റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ നിരവധി കുടുംബങ്ങൾ ചേർന്ന ഒരു കൂട്ടുകുടുംബമാണ്, അല്ലെ? ഇപ്പൊ കൂട്ടുകുടുംബ സമ്പ്രദായം ഇല്ലല്ലോ. അതിന് പകരമായി നമ്മൾ കണ്ടുപിടിച്ചതാണ് രവിമാഷൊക്കെ ചേർന്നിട്ട്, രവിയേട്ടനും രവിസാറൊക്കെ കൂടി. എന്താണത്? പ്രദേശത്തെ കുറെ കുടുംബങ്ങൾ ചേർന്ന ഒരു കൂട്ടുകുടുംബമാണ് നമ്മുടേത്. അപ്പൊ ഇരിക്കുന്ന അമ്മമാരൊക്കെ നമ്മുടെ സ്വന്തം അമ്മമാരെ പോലെയാ, അങ്ങനെയല്ലേ? അപ്പൊ ആർക്കെന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്താവും, നമ്മളത് സ്വന്തം എന്ന നിലയ്ക്ക് ഓടി അവിടെ എത്തൂലേ എന്ന് പറഞ്ഞതുപോലെ ഈ കൂട്ടായ്മ, ഈ തൊഴിലുറപ്പ് കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ അതും അതുപോലെ തന്നെ ആത്മബന്ധമുണ്ട്. അപ്പൊ ഈ റുഖിയ വിവരം അറിയുന്നു, ഭർത്താവിനോട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു അബദ്ധം വന്നിട്ടുണ്ട്, അവർ പുറത്താണ്, എങ്ങോട്ട് പോകും, കോവിഡ് കാലം കൂടിയാണ്. അപ്പോ ആ ഭർത്താവ് പറഞ്ഞു, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോ പറഞ്ഞു, ആ റുഖിയ പറഞ്ഞു, നമുക്ക് ഇങ്ങോട്ട് കൂട്ടാം, അവരെ അവിടെ നിർത്താൻ പറ്റും. അപ്പോൾ അതൊരു ചെറിയ വീടാണ്, യൂസഫലിയുടെ വീടല്ല, വളരെ ചെറിയൊരു 7 സെന്റിൽ വളരെ കൊച്ചു വീട്ടിൽ ഏതാണ്ട് 10ഓളം അംഗങ്ങൾ താമസിക്കുന്ന, നിന്ന് തിരിയാൻ ഇടമില്ലാത്ത പാവപ്പെട്ടവന്റെ വീടാണ്. പക്ഷേ റുഖിയ പറഞ്ഞു, എന്താ നമുക്കൊരു കൂട്ടാം. ഭർത്താവ് പറഞ്ഞു കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. നേരെ അവിടെ പോയിട്ട് പറഞ്ഞു, സഹോദര വിജയ, അതുകൊണ്ട് അവരോട് പറഞ്ഞു, സഹോദരി എന്റെ കൂടെ വരാൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് തുണയുണ്ട്. കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ വീട്ടിനുള്ളിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ വളരെ ചെറിയ ഈ കാർപോറേഷന്റെ വീതി പോലും ഇല്ലാത്ത ബാക്കി വരുന്ന ഒരു സ്ഥലത്ത് അവരുടെ കൂട്ടുകാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് അന്ന് കിട്ടാവുന്ന ടാർപ്പായ പഴയ ചാക്ക്, തുണി തുടങ്ങിയവ കൊണ്ട്, മരത്തിന്റെ കമ്പ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ട് വിജയനെയും ഭാര്യയെയും അവിടെ താമസിപ്പിക്കുകയും അവരുടെ വീട്ടിനകത്തുള്ള ബാത്റൂം ഉൾപ്പെടെയുള്ളവ അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയും ചെയ്തത് 2 വർഷമാണ്. അങ്ങനെ വിജയനെയും ഭാര്യയും റുഖിയയും കുടുംബവും സ്വന്തം കുടുംബാംഗങ്ങളാക്കി മാറ്റിയ മനോഹരമായ ഒരു ദൃഷ്ടാന്തം നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ തമ്മിലകത്താൻ നിൽക്കുന്നവർക്ക് കൊടുക്കാനുണ്ട്. എങ്ങനെയുണ്ട്? എനിക്ക് കിട്ടുന്ന എല്ലാ വേദികളിലും ഞാൻ റുഖിയെ പറയാതെ പോയിട്ടില്ല. നമ്മുടെ മുക്കം ബസ് നടക്കുമ്പോഴും പറഞ്ഞു, അതിൽ മാവൂരിൽ ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, മാഷ നിങ്ങളുടെ നാട് കൊള്ളാലോ. അപ്പൊ ഇത് എവിടുന്നാണ് ഉണ്ടായത്? അതിന്റെ അടിസ്ഥാനം കൂട്ടായ്മയിൽ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ സൗഹൃദത്തിൽ നിന്നാണ്. എന്റെ പ്രിയ സഹോദരനാണ് അത്. അതുകൊണ്ട് നമ്മുടെ കൂടെ സംരക്ഷിക്കണമെന്ന ബോധ്യമുണ്ടായത് കൂട്ടായ്മ. അപ്പൊ കൂട്ടായ്മ നല്ലതാണ് കുട്ടി, സത്യമല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ പറയണം. അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ ലക്ഷ്മി ദേവി ഇത് വിഷ്ണു ഭഗവാൻ കൂടെ ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സമയം എങ്ങനെ പോയി പോകുന്നത് പേടിയാവുന്നുണ്ട്, എല്ലാം കൂടെ പറയാൻ പോയെ. ഏതായാലും എവിടെ വെച്ച് അവിടെ നിർത്തിയാൽ പോലെ, കുഴപ്പമില്ല, പുഷ്ടപ്പെട്ടാ പോലെ. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, അതെന്താ വെച്ചാൽ ഇതിന് ഗുണം അറിയാൻ വേണ്ടിയിട്ട് ഈ ദേവന്മാരും അസുരന്മാരും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ടീം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഉള്ളിൽ കേട്ടോ. ദേവനും അസുരനും കലിയുഗമാണ് ഇത്. കലിയുഗത്തിൽ ദേവനും അസുരനും ഒരേ ആളിന്റെ ഉള്ളിൽ തന്നെയാണ് പറഞ്ഞത്. ശരിയാണോ? ഉദാഹരണത്തിന് ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന എല്ലാം ദേവന്മാരാ. നാളെ രാത്രിയിലൊക്കെ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ ചിലപ്പം അതിന് അസുരന്മാർ പുറത്തിയാകും. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇത്ര ഉപ്പ് കഞ്ഞിയിലിടരുത്, നമുക്ക് കൊമ്പൊക്കെ ഇങ്ങനെ വരും ഇല്ലേ? അങ്ങനെയൊക്കെ വരാൻ സാധ്യത. മനുഷ്യരെല്ലാം നമ്മുടെ ഉള്ളിൽ രണ്ടുമില്ലേ? അതില്ല. അപ്പൊ ആ അസുരനെ ഇല്ലാണ്ടാക്കി ദേവനെ പുറത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതിനാണ് ഇതില്ല. അപ്പൊ ഈ പറഞ്ഞ ഈ അസുരന്മാരെ കണ്ടിട്ട് ലക്ഷ്മി ദേവിക്ക് ഒരു വിഷമം.
എന്താണ് ഈ അസുരന്മാർക്ക് എല്ലാം ദുരിതമാണ്, ദേവന്മാർക്ക് നല്ല സുഖമാണ്, സ്വർഗത്തിലാ, അവർക്ക് നിരാന്തരങ്ങളില്ല, ഒരു പ്രയാസമില്ല. ഇതെന്തെങ്കിലും ദൈവം ഇങ്ങനെ തരംതിരിച്ച് ചെയ്യാൻ പാടുണ്ടോ? ഡിസ്ക്രിമിനേഷൻ, വിവേചനം കാണിക്കാൻ പാടുണ്ടോ? അപ്പൊ ഭഗവാൻ പറഞ്ഞു അത് ദേവി അങ്ങനെയല്ല, അതിനൊക്കെ കാരണങ്ങളുണ്ട്. ഈ ഭഗവാനോട് എന്ത് പറഞ്ഞാലും അതിനൊരു മറുപടി പറയില്ലാണ്ട് സംഗതി നടക്കത്തില്ല. അസുരന്മാരെ കഷ്ടപ്പാട് തീർത്തു കൊടുക്കാൻ തയ്യാറല്ല അല്ലേ, എന്നാൽ നമുക്ക് തീർത്തേക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ, ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം ദേവന്മാരുടെ അസുരന്മാരുടെയും ഒരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടി. ഈ സമ്മേളനം വിളിക്കുമ്പോൾ തന്നെ അവർക്ക് വിവരം കൊടുത്തു, നിങ്ങൾക്ക് പ്രസംഗമില്ല, എന്നെ പോലുള്ളവരെ രവിമാഷ ഞങ്ങളൊന്നും വിളിക്കൂല പ്രസംഗിക്കാൻ. പിന്നെന്താണ്, ആദ്യം വരുന്നവർക്ക് ഉച്ചയ്ക്ക് നല്ലൊരു ഭക്ഷണം തരും, വേറെ ഒന്നുമില്ലാന്ന്. സന്തോഷമായി. അപ്പം ആരെ ഭക്ഷണം തരുന്നത്? വിഷ്ണു ഭഗവാനാണ്. നളന്റെ പാചകമാണ് ലോകത്തിൽ ഏറ്റവും പേര് കേട്ടത്, പിന്നെ പഴയണത്തിൻ്റെത് ഇല്ലേ. എന്നാൽ അതിലപ്പുറമാണ് വിഷ്ണു ഭഗവാൻ തരുന്നത്. അങ്ങനെ വന്നു, എല്ലാവരും വന്നു. ചിലർ 2 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല ഇത് കൂടുതൽ കഴിക്കാൻ വേണ്ടി, ചിലർ ചുക്കോളൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ടാണ്, ഇത് കൂടുതൽ കഴിക്കണ്ടേ, ദൈവം തരുന്നല്ലേ. അങ്ങനെ വന്നു. പന്തൽ എന്ത് ചെയ്യുന്നറിയാമോ, ഗംഭീരമായ പന്തലിട്ടു. നടുവിൽ ഒരു മറ കെട്ടി. എന്തിനാ മറ കെട്ടിയെന്ന് ചോദിച്ചാൽ അപ്പുറത്തിരിക്കുന്ന അസുരന്മാർക്ക് തോന്നുന്നു ആ പന്തൽ തന്നെയാണ് കുറച്ചുകൂടി നല്ലത്, അതല്ലേ കുറച്ചുകൂടി പുതിയത്, ഇങ്ങനെ തോന്നാൻ സാധ്യതയുണ്ടല്ലോ. അത് തോന്നാതിരിക്കാൻ വേണ്ടി നടുഭാഗം മറച്ചിട്ട് 2 ഭാഗം ഒരേപോലെ പന്തലിട്ടു. എന്നിട്ട് എല്ലാവരോടും വന്ന് ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ അസുരന്മാരിടുന്നു, ഇവിടെ ദേവന്മാരിരുന്നു. എന്നിട്ട് ഇവർക്ക് ആദ്യം ഭക്ഷണം കൊടുക്കല്ലേ നല്ലത് എന്നാ പറയൂല. അപ്പം ഭഗവതിയോട് പറഞ്ഞു നോക്കി ഇന്നോളാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞറിയാമോ, ഭക്ഷണം വിളമ്പാൻ ദൈവത്തിന് മനസ്സിൽ വിചാരിച്ചാൽ പോരെ. അങ്ങനെ വിളമ്പി പണ്ട് നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമുക്കൊക്കെ ഓർമ്മയില്ലേ? പന്തിയിൽ ഇരുന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞല്ലേ ഇരിക്കുക, എന്നിട്ട് തൂശനയിലിട്ടിട്ട് ഓർമ്മയുണ്ടാൻ പറ്റും. അങ്ങനെയാണ് ഇരിക്കുന്നത്. അന്ന് മേശക്കസേരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇവിടുന്ന് ഒരു പന്തി, അങ്ങോട്ട് ഇരിക്കുന്ന അവിടുന്ന് ഒരു പന്തി, അങ്ങനെ എല്ലാവരും ഇരുന്നു. എന്നിട്ട് ഭഗവാൻ ഭക്ഷണം റെഡിയാക്കി. എന്നിട്ട് നല്ല നറുമണമൊക്കെ വരാൻ തുടങ്ങി. പരിപ്പൊക്കെ ഒഴിച്ച്, നെയ്യൊക്കെ ഒഴിച്ച്, സാമ്പാറൊക്കെ ഒഴിച്ച്, ഹൗ എന്താണ് അങ്ങനെ ഇരിക്കുക. അപ്പൊ ഭഗവാൻ പറഞ്ഞു ഞാൻ പറയാതെ കഴിക്കരുത് കേട്ടോ, ആദ്യം കാണിക്കരുത്, പറയും ഞാൻ കഴിക്കാൻ, എല്ലാം വിളമ്പി നീ കഴിച്ചോളാൻ പറഞ്ഞു. കഴിച്ചോളാൻ പറഞ്ഞ ശേഷം ഭഗവാൻ മനസ്സിൽ വിചാരിച്ച് മുട്ട് മടങ്ങരുതെന്ന്, കൈമുട്ട് മടങ്ങരുത്. കേട്ടിട്ടുണ്ടോ ഇത്? ചിലർ കേട്ടിട്ടുണ്ടാവും. കൈമുട്ട് മടങ്ങരുതെന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ ചോറൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് അതിങ്ങനെ വായു വെക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. എവിടെ ഇരിക്കുന്നത്? 1 ദിവസം 2 ദിവസം വിശന്നിരിക്കുന്നവരുടെ ദേഷ്യം എത്രയാവും? അതുപോലെ ഇത്രയും നല്ലൊരു ഭക്ഷണം വായിലെത്തിയില്ലെങ്കിൽ എന്താ ഒന്ന് എത്തിക്കൂലേ? ഇങ്ങനെ എത്തിച്ചു. അത് അമ്മേന്റെ മേത്ത് അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക്, അപ്പുറത്തിരിക്കുന്ന ആളുടെ മുഖത്തും ഷർട്ടിലും ഒക്കെ വീണു. അപ്പൊ എന്തായി? അയാൾക്ക് ദേഷ്യം വന്നോ? ഒറ്റയടി വെച്ചു. അതിന് മുട്ട് മടങ്ങണ്ടല്ലോ, ഒന്നുകൊണ്ട് വീശി പൊട്ടിച്ചു. അപ്പൊ ഇയാൾ അടിയിച്ചു, ഇയാൾ തിരിച്ചടിച്ചു. കൂട്ടത്തല്ലായിരുന്നു, മുഴുവൻ ചോറും കറിയും മണ്ണിൽ പൂണ്ടുപോയി. അപ്പൊ ഭഗവതി നിൽക്കുന്നുണ്ടോ? അപ്പൊ അടുത്തത് വീണ്ടും അടുത്ത പന്തലിലേക്ക് എത്തി. ഇതുപോലെ തന്നെ കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. മുട്ട് മടങ്ങരുത് വിചാരിച്ചു. അങ്ങനെ മുട്ട് മടങ്ങരുത് വിചാരിച്ചു. ഇങ്ങനെ കുഴച്ചും എടുത്തിട്ട് തിന്നാൻ നോക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോഴാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന വേറെ ദേവൻ ഇരുന്ന് കഷ്ടപ്പെടുന്നു. മൂപ്പരേക്ക് നോക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കുഴച്ച് അങ്ങോട്ട് വെച്ചു കൊടുത്തു വായിലേക്ക്. അപ്പൊ അദ്ദേഹം എനിക്കും വായിലേക്ക് വെച്ചു. അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുന്നതിന് മുട്ട് മടങ്ങണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിച്ച് അവസാനം ജീരകവെള്ളം കുടിച്ച്, പായസം കുടിച്ച്, പഴം കുടിച്ച് തിന്ന് എന്ന് പറഞ്ഞ ആകെ പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പം ഐക്യമുണ്ടെങ്കിൽ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവുമോ? ഏത് സങ്കടങ്ങളെയും തരണം ചെയ്യാൻ പറ്റത്തില്ലേ? ഞാൻ അതിനൊരു വിശദീകരണത്തെ സമയമില്ല, മനസ്സിലായാലും പറഞ്ഞത്. അപ്പൊ ഇത് എന്തിനാ പഠിപ്പിച്ചത്? ആ സത്യമാണ് ഇവിടെ നിറവേറുന്നത്. നിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് പറയാനുള്ള 1-2 പോയിന്റ് കൂടി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രോഗികളെ സഹായിക്കുക, ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക, അതുപോലുള്ളതെല്ലാം വളരെ പ്രധാനപ്പെട്ടതല്ലേ. അതുപോലെ ഇവിടെ നടക്കുന്ന കലാപരിപാടികൾ, അതുപോലെ ഒരു കുട്ടിയല്ല കുറെ പേര് അനുമോദിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതാണ്. ആ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്ന, സാധാരണ പറയാത്തത് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എല്ലാവർക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും പറയണം. അപ്പൊ വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഓരോ കുടുംബങ്ങളിലെ ഓരോ വ്യക്തിയും നന്നാകുമ്പോഴല്ലേ കുടുംബം നന്നാകുന്നത്? അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേരുമ്പോഴല്ലേ ഈ നാട് നന്നാകുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾക്ക് നല്ല വിവരം കൊടുത്ത്, നല്ല അറിവ് നൽകി, അവരെ നല്ലവരാക്കി, നന്മയുള്ളവരാക്കി മാറ്റിയാൽ നാട് നന്നാവില്ലേ? കുടുംബം നന്നാവില്ലേ? അപ്പൊ അതുപോലെ അതിനൊരു സാധ്യത നമുക്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ് എന്റെ ഉദാഹരണം? ഞാൻ കണ്ടത് പറയാം. ഉദാഹരണം വെച്ചാൽ, ഒരിക്കൽ തിരൂര് ഇതുപോലെ ഒരു കുടുംബസംഗമത്തിൽ ഞാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് രാവിലെ പരിപാടി തുടങ്ങിയ സമയത്ത് ആദ്യം ഞാനാണ് എത്തിയത്. അപ്പൊ എന്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരു 12 മണിയായപ്പോൾ മറ്റൊരു അതിഥി വന്നു. ആ അതിഥി നിങ്ങൾക്ക് പരിചയം ഉണ്ടാകാൻ സാധ്യതയില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥാപനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. KR ബേക്കറിയാണ്. കേട്ടിട്ടുണ്ടാണെങ്കിൽ KR ബേക്കറി കുട്ടത്തുണ്ടായിരുന്നു. അതിന്റെ മുതലാളി ഓട്ടക്കാരനാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ കേന്ദ്രം കോയമ്പത്തൂരാണ്. ഞാൻ ഇടയ്ക്ക് അവിടെ അവരുടെ കുടുംബസംഗമങ്ങളിലൊക്കെ പരിപാടിക്ക് പോകുന്നതാണ്. അപ്പൊ ഏതായാലും വരും, അദ്ദേഹം അവിടെ വന്നു. അങ്ങനെ എന്റെ സംസാരം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നു. അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ വന്നിരിക്കുന്ന ഈ കുട്ടിയുണ്ട്, എന്തെങ്കിലും ഈ കുട്ടി ഒരു 22 വയസ്സുള്ള കുട്ടിയാണ്. ഈ കുട്ടിക്ക് എന്തോ ഒന്ന് പറയാനെന്ന് പറഞ്ഞു. എന്റെ കൂടെ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അധ്യക്ഷൻ പറഞ്ഞു, ഈ വന്ന KR നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണ്, നല്ലോണം സഹായിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ചു. അതുകൊണ്ട് അവസരം കൊടുത്തു. അപ്പൊ ഈ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് കൈകൂപ്പ് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോ MBA പാസ്സായ ആളാണ്.
എനിക്ക് 2 മാസമായി മാസത്തിൽ 50,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ പ്രശംസയാണ്. പക്ഷെ പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞതല്ല, കുട്ടി ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്, എന്റെ അച്ഛനും അമ്മയും അങ്ങേറ്റ പാവങ്ങളാണ്, എനിക്കൊരു അനിയത്തി കുട്ടിയുമുണ്ട്. എന്നിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് പ്രീഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ കഷ്ടപ്പെട്ടിട്ട് ഒരു തരത്തിലും വീട്ടിൽ ചിലവൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അച്ഛന് പറ്റാത്തൊരു സന്ദർഭത്തിൽ അങ്ങനെ പോവുകയായിരുന്നു. ഞാൻ ഡിഗ്രിക്ക് ചേർന്ന സമയത്ത് ഒരു നിവൃത്തിയില്ലാത്ത അച്ഛനെ സഹായിക്കാൻ വന്നതുകൊണ്ട് വെള്ളിയാഴ്ച ഞായറാഴ്ച ഞാൻ അവിടെ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നതാണ്, തിരൂരങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും. ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് രാത്രി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ വരും. അമ്മേൻ്റെ എല്ലാ അച്ഛൻ്റെ പൈസ കൊടുക്കും. പക്ഷേ ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് ഞാൻ അവസാനം ഒരു ദിവസം ഒരു സ്ഥലത്ത് പോയി. ഒരു ദിവസം ഞാൻ അവിടെ പോയി വണ്ടി റോഡ് സൈഡിൽ പിന്നെ പാർക്ക് ചെയ്തിട്ട് കൂട്ടുകാരെ കൊടുത്ത് പോയി. അത് ഏതിനാണ് മനസ്സിലായി? ഈ മധ്യ തിരുവിതാംകൂർ കുടിയേറാൻ പോയതാ. മധ്യ തിരുവിതാംകൂർ അല്ല, പിന്നെയോ മധ്യ തിരുവിതാംകൂർ. അതിൽ പോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇയാളെ കാണുന്നില്ല. അപ്പൊ ഈ കുട്ടി തന്നെ പറഞ്ഞ കഥയാണ്. അപ്പൊ എന്താണ്, ഇയാളെ കാണുന്നില്ല. അപ്പൊ രാത്രി 11 മണിയായി 12 മണിയായി. അച്ഛൻ ജനലിക്കൂടെ നോക്കുന്നു, ഇറങ്ങി നോക്കുന്നു, കാണുന്നില്ല. അമ്മ ഇറങ്ങി വരുന്ന ഓരോ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഇറങ്ങി ചെല്ലാണ്. എന്റെ കുട്ടീനെ കണ്ടോ? എന്റെ കുട്ടി ഒരു വണ്ടി കൊണ്ട് പോയതാണ്. എത്ര ദിവസമായി, എത്ര നേരമായി? അതിന്റെ മനസ്സിങ്ങനെ ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം വണ്ടി വന്നു. വണ്ടി പോലും ആടുന്നുണ്ട്. എന്താ കാര്യം മനസ്സിലായല്ലോ? ആദ്യമായിട്ടാണ്. അപ്പൊ അങ്ങനെ ആകെ ഇത് വന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ അച്ഛൻ ഇറങ്ങി തന്നപ്പോൾ അച്ഛൻ ഉറങ്ങിയില്ലെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ കയ്യെ പിടിച്ചോ പറഞ്ഞു എന്റെ കൈ പിടിക്കണം തട്ടി മാറ്റി. പക്ഷെ മകനല്ലേ, മകനെ കൂട്ടി അകത്ത് കൊണ്ടുപോയി ഒരു കസേര പോലും ഇല്ലാത്ത വീട്ടിൽ സ്റ്റൂളിൽ മേലെ ഇരുത്തി. എന്നിട്ട് അമ്മ അകത്ത് പോയി അടുക്കളയിൽ നിന്നുള്ള ചൂടുവെള്ളം കൊണ്ട് കൊടുത്തു. ആ മകൻ ഒറ്റ തട്ട് വെച്ചു കൊടുത്തു. ആ തട്ട് കൊടുത്തിട്ട് ആ ഭിത്തിയിൽ ആ ഗ്ലാസ് തട്ടി തെറിച്ച് ഉടഞ്ഞു പോയി. എന്നിട്ട് പിന്നീട് ആ മകൻ അവിടെ ഛർദ്ദിച്ച് കുഴപ്പമാക്കി. ആ മകന്റെ ബഹളം കേട്ടിട്ട് പെങ്ങൾ കുട്ടി ഇറങ്ങി ഒളിച്ചു. ഇങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. പിന്നെ ചുരുക്കി പറഞ്ഞാൽ ഇത് നിത്യ സംഭവമായി മാറി. അങ്ങനെയുള്ളടത്ത് അവർക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയും വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആധ്യാത്മിക കേന്ദ്രവും ഞാൻ പറഞ്ഞ ബാലേട്ടം നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ എല്ലാ ഞായറാഴ്ച ഇതുപോലുള്ള കുടുംബസംഘമുണ്ട്. അവിടെ അദ്ദേഹം ചെയ്യുന്നത് കഴിഞ്ഞാൽ മനുഷ്യന് പണം കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം അറിവാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് അത്രയ്ക്ക് പ്രഗത്ഭരെ കൊണ്ടുവന്നിട്ട് കുടുംബസംഗമങ്ങളിൽ ക്ലാസ് എടുക്കും. അപ്പൊ അമ്മയ്ക്ക് അച്ഛന് ഉത്തമ ബോധ്യമുണ്ട്, വഴിതെറ്റിപ്പോയ ഈ മകനെ ഒരു ദിവസമെങ്കിലും അവിടെ കൊണ്ടുപോയി ക്ലാസ് കേൾപ്പിച്ചാൽ അവൻ തിരിച്ചു വരും, നന്നാകുമെന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് മകന്റെ അടുത്ത് അമ്മ എപ്പോഴും കെഞ്ചി പറയും, പൊന്നുമോനെ അടുത്ത ഞായറാഴ്ച നീ ഒന്ന് വട്ടപ്പാറ വരെ വരണം, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു ഇവൻ ബഹളം വെക്കും. അവസാനം മകൻ പറഞ്ഞു, എന്റെ അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാതെ തിരസ്കരിക്കാൻ പറ്റാതെ ഞാൻ ഒരു ദിവസം പോയി. അവിടെ ചെന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അപ്പൊ തന്നെ ഇത് പോയിട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ആദ്യം ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം കസേരയൊക്കെ ഇതുപോലെ ഇട്ടെന്നിട്ട് പറഞ്ഞു എല്ലാവരും ഇരുന്നോളാൻ പറഞ്ഞു. അപ്പൊ ഇവൻ ഏറ്റവും ബൈക്കിൽ ഇരുന്നു എന്ന് പറഞ്ഞു, കാരണം ഇഷ്ടപ്പെട്ടില്ല ഇറങ്ങി പോരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവിടെ ക്ലാസ് ആരംഭിച്ചു. ആദ്യം ക്ലാസ് എടുത്തത് PC തോമസ് ആണ്. PC തോമസ് കേട്ടിട്ടുണ്ടോ? തൃശ്ശൂർ എൻട്രൻസ് കോച്ചിങ് നടത്തി വിഖ്യാതനായ PC തോമസ് ആണ്. അത് പിന്നെ ആരും ചോദിച്ചു മനസ്സിലാക്കാം. മറ്റ് രണ്ടാമത്തെ ക്ലാസ് എടുത്തയാള് ഇവിടെ മാവൂരുകാരനാണ്, P വിജയൻ IPS ആണ്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ DGP ആയിട്ട് വീണ്ടും വന്ന ആ P വിജയൻ IPS കേട്ടില്ലേ? അറിയാം. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു തന്നാലേ ശരിയാവുള്ളൂ. ഭംഗിയായി പറയാൻ സമയമില്ലാത്തത് നിങ്ങൾ ക്ഷമിക്കണം. ഏതായിരുന്നാലും ആദ്യത്തെ ക്ലാസ് അവതരിപ്പിച്ചത് PC തോമസ് ആണ്. PC തോമസ് അവിടെ കയറുന്നിട്ട് മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ച്, അവന് നേടാൻ കഴിയാവുന്ന അത്ഭുതമായ ലോകത്തെക്കുറിച്ച്, അവന് ജീവിതത്തിൽ സമൂഹത്തിന് നൽകാൻ കഴിയുന്ന നന്മകളെ കുറിച്ചൊക്കെ അദ്ദേഹം വാഴ്ത്തിപ്പാടി മനോഹരമായിട്ട് തന്നെ പ്രസംഗിച്ചപ്പോൾ ആദ്യം ഇത് കേൾക്കേണ്ടതെന്ന് വിചാരിച്ച് തിരിച്ചിരുന്ന കുട്ടികളുടെ ചെവിയിൽ കൂടി ഇത് പ്രവഹിച്ചൊരു വൈദ്യുത പ്രവാഹം പോലെ മനസ്സിനുള്ളിൽ കടന്ന് അവന് നേരെ തിരിഞ്ഞ് കണ്ണും വായും തുറന്നിരുന്നു 1.5 മണിക്കൂർ. അതുപോലുള്ള മനുഷ്യന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് വാഴ്ത്തിപ്പാടിയുടെ ക്ലാസ്സാണ്. അതിനുശേഷം വിജയൻ സാറിന്റെ 1.5 മണിക്കൂർ ക്ലാസ്സും കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞ് നന്ദി പ്രകടനം നടത്തുമ്പോൾ ഗോപാലേട്ടനെ പോലുള്ള എഴുന്നേറ്റ് നന്ദി പറയുമ്പോൾ ആ കുട്ടി പുറകിൽ ആരും കാണാതെ കൈകൂപ്പി പ്രാർത്ഥിച്ചു പോയി, ഭഗവാനെ ഞാൻ എത്ര വലിയ പാപിയാണ്, ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എന്റെ കുടുംബത്തിന് താങ്ങും തണലുമായി എനിക്ക് മാറാമായിരുന്നില്ലേ, ഞാൻ എന്റെ ജീവിതം ഇങ്ങനെ തിരൂരങ്ങാടിയുടെ തെരുവോരങ്ങളിൽ ചവിട്ടി തേച്ച് കളയാൻ പറ്റുമോ, എന്റെ അനിയത്തിക്കുട്ടിയുടെ കല്യാണം നടക്കുമ്പോൾ എനിക്കതിന് പങ്കിൽ വഹിക്കാൻ കഴിയേണ്ടതല്ലേ, എന്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുക്കേണ്ടവനല്ലായിരുന്നോ, ഇതൊന്നും ഓർക്കാതെയാണല്ലോ ഞാൻ ഇങ്ങനെ വഴിതെറ്റിപ്പോയത് ഭഗവാനെ. എന്നിട്ടൊരു തീരുമാനമില്ല, ഈ ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ വഴിതെറ്റി പോവില്ല, തീർച്ചയായിട്ടും ഇനി മുതൽ ഞാൻ നന്നായി പഠിക്കും, ഞാൻ രക്ഷപ്പെടും, എന്റെ കുടുംബത്തെ മാത്രമല്ല സമൂഹത്തിന് വേണ്ടിയും തീർച്ചയായിട്ടും എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്ന കുട്ടിയോട് തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ തീരുമാനമെടുത്ത ശേഷം ആ കുട്ടി വീട്ടിൽ പോയി പിന്നെയും പഠിക്കാൻ പോയി, ഓട്ടോറിക്ഷ ഓടിച്ചു, പക്ഷെ കൃത്യമായി വീട്ടിൽ പോയി അങ്ങനെ പഠിച്ചു മിടുക്കനായി BCom പാസ്സായ ശേഷം ഞാൻ ഈ പറഞ്ഞ ബാലേട്ടൻ അയാളെ കൂട്ടിക്കൊണ്ടുപോയി കോയമ്പത്തൂരും അവിടെ താമസിപ്പിച്ച് ഒരുപാട് പേരെ പഠിപ്പിക്കുന്ന ആളാണ് ഈ ബാലേട്ടൻ. നല്ല മനുഷ്യനാണ്, അവിടെ ആ പേരുകൾ പറഞ്ഞു അതുകൊണ്ടാട്ടോ. ആ മനുഷ്യൻ അവിടെ താമസിപ്പിച്ച് പഠിപ്പിച്ച് MBA പാസ്സായ ശേഷം അദ്ദേഹത്തിന് അവിടെ ജോലി കിട്ടി, 50,000 രൂപ ശമ്പളം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാനും തരത്തിരുന്നു പോയി. അപ്പോഴാണ് ഈ കുട്ടിയുടെ പേര് പോലും ചോദിക്കാനും കേൾക്കാനും ഞാൻ മറന്നുപോയി. പിന്നീട് ഒരിക്കൽ ഞാൻ തിരൂര് ഇതുപോലെ ഒരു ക്ലാസ്സിന് ചെന്നതിന്റെ പുറത്ത് വന്ന കുട്ടീനെ തട്ടി. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ചു, മാഷെന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. അന്ന് മാഷ് അവിടെ ഒരു ക്ലാസ് എടുത്തില്ലേ, എന്നെ ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ
എന്റെ കുട്ടിയെ എന്റെ പേര് ചോദിക്കാൻ മറന്നുപോയത് വലിയ വിഷമത്തിലായിരുന്നു. സന്തോഷം. പേര് ഞാൻ ചോദിച്ചു. കുട്ടി സുരേഷ് എന്ന പേര് പറഞ്ഞു. എന്തിനാ വന്നതെന്ന് കൂടെ എന്നോട് പറഞ്ഞു. പുതിയതായി ജോലി കിട്ടിയിട്ടുണ്ട് ഗൾഫിൽ. ഏതാണ്ട് 1.5 ലക്ഷത്തോളം മാസ ശമ്പളമുള്ള നല്ലൊരു ജോലി കിട്ടിയപ്പോൾ ഞാൻ പോകാൻ എനിക്കിത് വഴി കാട്ടി തന്ന ഈ ക്ലാസ് സംഘടിപ്പിച്ച ബാലേട്ടനോട് നന്ദി പറയാൻ വന്നതാണെന്ന് പറഞ്ഞ് കടന്നു പോകുമ്പോൾ നിങ്ങൾ ഓർക്കുക, വഴി തെറ്റിപ്പോയ ഒരു കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എത്ര മണിക്കൂർ വേണ്ടി വന്നു? ഓർമ്മയുണ്ടോ? കൊള്ളിത്തിരി അല്ലേ? 3 മണിക്കൂർ കൊണ്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഞാൻ പറയട്ടെ. അപ്പൊ ഇതിന് ഗൗരവവും ഞാൻ മറന്നു പറഞ്ഞത്. റുക്കിയ ബാബാ ഞാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി. അപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായോ? എന്താ നിങ്ങൾ കൂടി കിട്ടിയതെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇതുപോലുള്ള കൂട്ടായ്മകളിൽ നിന്ന് ഈ പറഞ്ഞ വിജയൻ സാറിനെ പോലെ, PC തോമസിനെ പോലെ മനുഷ്യ ഹൃദയങ്ങളുടെ അടിത്തട്ടിൽ കിടക്കുന്ന നന്മകളെ വലിച്ചു പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിയാൽ മനുഷ്യൻ നന്നാവില്ലയോ? സംശയമില്ലല്ലോ. ഇനി എത്ര ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞു പോയാൽ ഇത് സമയം ഒരുപാടാവും. ഇപ്പൊ എത്രയും സമയം മിനിറ്റ് ചൂടാക്കരുത്. ഇനി ഒരു മനുഷ്യരെ നന്നാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചാൽ എങ്ങനെ നന്നാവുന്നുള്ളത് ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാലോ? അഥവാ നമ്മളൊക്കെ നന്നായാലോ? അല്ലെ, നമ്മൾ നല്ലതല്ലെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഞാൻ വേറെ ഉദാഹരണം പറയാം. പ്രിയപ്പെട്ടവര്, 10ാം ക്ലാസ്സിൽ നടന്നൊരു സംഭവമാണ്. ആ 10ാം ക്ലാസ്സിൽ അത് നടത്തിയ ടീച്ചർമാരിവിടെ ഇല്ലല്ലേ? അവരല്ല. ഇത് ആ സ്കൂളും പേരൊന്നും തൽക്കാലം പറയുന്നില്ല. അത് സംഭവിച്ചാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു സംഭവം ഞാനും വായിച്ചൊരു കഥയാണ്, നിങ്ങളോട് പറയാം. 10ാം ക്ലാസ്സിൽ ഒരു ടീച്ചർ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഒരു പുറത്തിൽ കവിയാതെ ഒരു ഇത് എഴുതി തരണം. എന്ന് പറഞ്ഞാൽ ഈ പറയാം കേട്ടോ, പേപ്പറിന് പുറത്ത് എന്താ എഴുതി തരാൻ പറഞ്ഞത്? നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരു ഹീറോയെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്വാധീനിച്ച ഹീറോസ് ഇല്ലേ, അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് എഴുതി തരാൻ പറഞ്ഞു. അപ്പൊ കുട്ടികൾ എഴുതാൻ തുടങ്ങി. ഒരാൾ മോഹൻലാൽ എഴുതിയൊരു, APJ അബ്ദുൽ കലാം എഴുതിയൊരു, ശ്രീനാരായണ ഗുരു എഴുതി, അല്ലെങ്കിൽ വിവേകാനന്ദൻ എഴുതി, അങ്ങനെ ഓരോരുത്തർ എഴുതിയാണ്, മമ്മൂട്ടിയൊക്കെ. അങ്ങനെ എഴുതിയതെല്ലാം കഴിഞ്ഞ് ടീച്ചർ ഈ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിൽ പോയി ഒഴിവുള്ള പീരീഡിൽ ഇത് നോക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നോരോ നോക്കി വന്നപ്പോൾ അവസാനം ഒരു പേപ്പർ എടുത്തപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു, എന്റെ അമ്മ കല്യാണിക്കുട്ടിയാണ് എന്നെ സ്വാധീനിച്ചത്. ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടോ അതിന് മുമ്പ്? എന്റെ അമ്മ കല്യാണിക്കുട്ടിയാണ് എന്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചത്, അവരാണ് എന്റെ ഹീറോ എന്ന്. അപ്പൊ ടീച്ചർ ഇത് വായിച്ച് ടീച്ചർക്ക് പുച്ഛം വന്ന് തിരിക്കാൻ തുടങ്ങി. കൂട്ടുകാരോട് കാണിച്ചോണ്ട് ഇതുണ്ടായിരിക്കുന്നത് അമ്മ കല്യാണിക്കുട്ടിയാണ് ഓനെ സ്വാധീനിച്ചത്. അയ്യേ, എന്താ കാര്യം എന്നറിയാം? അമ്മ കല്യാണിക്കുട്ടി നിവൃത്തിയില്ലാത്ത നിലത്ത് കിടന്ന ആകാശത്തേക്ക് നോക്കിയാൽ ആകാശം കാണാവുന്ന അട്ടമൊക്കെ പൊളിഞ്ഞിട്ടുള്ള കുടിലിനകത്ത് താമസിക്കുന്ന നിർധനയായ സ്ത്രീയാണ്. അവരുടെ ഭർത്താവ് കഴിച്ചു പോയതാണ്. 3 മക്കളാണുള്ളത്. അതിൽ നടുവിലത്തെ മകനാണ് നരേന്ദ്രൻ. നമ്മൾ ഈ പറയുന്ന കുട്ടി എഴുതിയത്. ആ കുട്ടി എഴുതിയിരിക്കുന്ന അതാണ് വായിക്കുന്നത്. അപ്പൊ വീട്ടുപണി എടുത്തിട്ട് കഷ്ടപ്പെട്ട് വല്ലാണ്ട് ദുരിതം അനുഭവിച്ച് ജീവിക്കുന്ന കല്യാണിക്കുട്ടി ഹീറോ എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർക്ക് പുച്ഛം തോന്നാതിരിക്കാൻ പറ്റുമോ? അപ്പൊ ടീച്ചർ അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ടീച്ചർ ഇത് വായിച്ചത് മാർക്കിടല്ലേ? അപ്പൊ ടീച്ചർ വായിച്ചിട്ട് പിന്നെന്താ കാണുന്നറിയാമോ? എന്റെ അമ്മയെ പോലെ ഒരു പാട്ടുകാരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വിശന്ന് വാവിട്ട് കരയുമ്പോൾ എന്റെ അനിയത്തിക്കുട്ടിയെ എടുത്ത് തുണിത്തൊട്ടിലിൽ കിടത്തി ആക്കി അവളെ സമാധാനിപ്പിച്ചുറക്കുന്ന എന്റെ അമ്മയെക്കാളും നല്ലൊരു പാട്ടുകാരിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മയെ പോലൊരു ശില്പിയെ ഞാൻ കണ്ടിട്ടില്ല. വിവിധ വീടുകളിൽ പണിയെടുക്കാൻ പോയിട്ട് കിട്ടുന്ന പച്ചരി കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇടിച്ചു പൊടിച്ച് സ്റ്റീൽ പ്ലേറ്റ് കമഴ്ത്തി വെച്ചിട്ട് ഗ്ലാസ് കൊണ്ട് വിവിധ ആകൃതിയിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി തരുന്ന എന്റെ അമ്മയെക്കാളും നല്ലൊരു ശില്പിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണമില്ലാതെ ഞങ്ങൾ വിശന്ന് കരയുമ്പോ അമ്മ ഞങ്ങളെ കൊണ്ടുപോയി കിടത്തി മെല്ലെ തട്ടി ഉറക്കുന്നതിനിടയിൽ അമ്മയുടെ കണ്ണുകൾ നിറയാറുണ്ട്. പക്ഷേ ആ കണ്ണുകൾ നിറയുന്നത് ഞങ്ങളെ കാണാതിരിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന ഇത്രയും നല്ലൊരു അഭിനേത്രിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ അമ്മയെ പോലൊരു കഥാകാരിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് വിശന്ന് ബുദ്ധിമുട്ടാകുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് നല്ല നല്ല കഥകൾ പറഞ്ഞു തന്നു ഞങ്ങളെ ഉറക്കുന്ന എന്റെ അമ്മയെ പോലൊരു കഥാകാരിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. പിന്നെയും എഴുതി, എന്റെ അച്ഛൻ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചുപോയതാ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു. അതിന് മുമ്പുള്ള എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ ദൂരെ പണിക്ക് പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പറമ്പിൽ മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന നാളികേരം പാരയിൽ പൊളിച്ചു കൂട്ടുന്ന ഇത്രയും വലിയ കായികാഭ്യാസിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ദൈവമേ, ഇനിയും എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയ്ക്കും മകനായി പിറക്കണം. അതാണ് എന്റെ ആഗ്രഹം. എന്റെ ഏട്ടൻ അനുജനായി, എന്റെ അനുജത്തിക്കുട്ടിക്ക് ജ്യേഷ്ഠനായി പിറക്കണേ ദൈവമേ എന്ന് എഴുതിയത് വായിച്ചു തീരുമ്പോൾ ടീച്ചറുടെ കണ്ണുകളിൽ നിന്ന് പലവട്ടം കണ്ണുനീർ തുള്ളികൾ ആ എഴുത്തിൽ വീണു. ആ എഴുത്ത് പടർന്നുപോയി. ടീച്ചറുടെ ഇടം കൈയിരിക്കുന്നത് അവരുടെ വയറിന്മേലാണ്. ആ ടീച്ചർ പലവട്ടം മനസ്സിൽ പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഞാൻ 15 കൊല്ലമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്.
പക്ഷെ നീ എനിക്ക് ഈ നരേന്ദ്രന്റെ മകനായി തന്നില്ലല്ലോ എന്ന് ആ ടീച്ചർ കരഞ്ഞുപോയി. അപ്പൊ ഇത്രയും നല്ലൊരു മനുഷ്യക്കുട്ടിയായി അതുപോലെ തന്നെ ചോർന്നൊലിക്കുന്ന വീടായിട്ടും അതെനിക്ക് സ്വർഗമാണ്. എന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ അവരാണ് എന്റെ ദൈവം. എന്റെ ഏട്ടനും അനിയനുമാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ എന്ന് ചിന്തിക്കുന്ന നിലയിലേക്ക് ആ കുട്ടിനെ എത്തിച്ചത് ആരാന്നറിയാം അല്ലെ? കുട്ടികളെ എത്തിച്ചത് ഞാൻ പറഞ്ഞിരുന്നു. ഇത്രയും നല്ലൊരു കഥാകാരിയെ എന്റെ ജീവിതത്തിൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന നന്മയെ, അഥവാ നേരത്തെ പറഞ്ഞ ദേവാംശം, അഥവാ ഇതുപോലുള്ള കരുണയും സ്നേഹവും സാഹോദര്യവും ഒക്കെയുള്ള ആ നന്മയെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന മനോഹരങ്ങളായ കഥകൾ ആ അമ്മ ബോധപൂർവം പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് എത്ര ബുദ്ധിമുട്ടുള്ളിടത്തും അമ്മയേക്കാൾ വലിയൊരാൾ ആ കുട്ടിക്ക് ഇല്ലാതായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബ സംഘടനകളിൽ നമ്മുടെ കുട്ടികൾക്ക് ഇതേപോലെ ആ കുട്ടികളുടെ ഹൃദയത്തിൽ പതിക്കുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ കുട്ടികളും എന്താക്കും? തീർന്നില്ലേ ഇപ്പൊ സമയം? എനിക്ക് മനസ്സിലായി തലയാട്ടുന്നുണ്ട്. അങ്ങനെയാക്കും, മനസ്സിലായോ? അപ്പൊ ഞാൻ നിർത്തി. പക്ഷെ അങ്ങനെ വളർന്നു വരുന്ന കുട്ടി എന്ത് ചെയ്യുന്നു കൂടെ രവിഭാഷയ്ക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഈ രവിഭാഷ നന്നായിക്കോട്ടെ അല്ലേ? ഓക്കെ, അതിനോട് പറഞ്ഞ് നിർത്തേക്കാം. അതെന്താണെന്നറിയാമോ? ഒരു 85 വയസ്സ് കഴിഞ്ഞൊരു അച്ഛൻ, 85 വയസ്സ് കഴിഞ്ഞിട്ടുള്ള അച്ഛൻ കിടക്കപ്പായിൽ എഴുന്നേറ്റിട്ട് നോക്കുമ്പോൾ ബെഡ് നിറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അത് 2-3 ദിവസമായപ്പോൾ അച്ഛന് വലിയ സങ്കടമായി. അവരുടെ ഭാര്യ മരിച്ചു പോയിട്ട് 5 കൊല്ലായി. അപ്പൊ ഈ അച്ഛൻ ഉടനെ തന്നെ അവർക്കൊരു മകന്റെ ഭാര്യ, മകന്റെ കുട്ടിയാണ് വീട്ടിലുള്ളത്, ഒരു 10 വയസ്സുള്ള പെൺകുട്ടിയാണ്. അപ്പൊ ഈ അച്ഛന് വലിയ വിഷമായി. നല്ല വിവരമൊക്കെ നല്ല അച്ഛനോട് വേറെ കുഴപ്പമൊന്നുമില്ല, മറ്റു തകരാറൊന്നുമില്ല 85. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു? കുഞ്ഞുമോളെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനെ വിളിക്കാൻ പറഞ്ഞു, അതിന്റെ മകനെ വിളിക്കാൻ പറഞ്ഞു. മകൻ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, മോനെ എന്താ വെച്ചാ, അതെ എനിക്കിപ്പോ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാനൊക്കെ പേടിയാ. അത് ശരി. അപ്പൊ പിന്നെ അത് തന്നെയല്ല, കുറച്ച് പ്രശ്നങ്ങൾ. നീ ഒരു കാര്യം ചെയ്യാം, എന്നെ ചാത്തമംഗലത്തിലുള്ള ആ വൃദ്ധസാനത്തിലൊന്നും ഉണ്ടാക്കാവുന്നു. അതെന്താ വെച്ചാൽ അങ്ങനെ പറയുന്നു? ഞങ്ങൾ ഇതിനെ വൃദ്ധസാനത്തിൽ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ നോട്ടത്തിൽ എന്തെങ്കിലും അച്ഛന് വിഷമം വന്നിട്ട് ഞങ്ങൾ നോക്കാണ്ടിരുന്നത് എന്തെങ്കിലും കാര്യമുണ്ട് അച്ഛൻ പറഞ്ഞാൽ അതല്ല മോനെ. അങ്ങേ വീട്ടിലെ ശ്രീധരേട്ടനും ഇങ്ങേ വീട്ടിലെ മമതാക്കൊക്കെ അവിടെ ഉണ്ട്. അവിടെ പോയി ക്യാരം ബോർഡൊക്കെ കളിച്ചും TV കണ്ടും പത്രം വായിച്ചൊക്കെ എന്ത് രസമാണെന്നറിയോ? നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ മതി. അച്ഛാ അതും ശരിയാവില്ല, ഞങ്ങൾ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞു, മോനെ എനിക്ക് മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല, ഞാനിപ്പം ബെഡ് നനയുന്നുണ്ട്, ഇനി കുറച്ചുകൂടി കഴിഞ്ഞാലോ ഇതിലപ്പുറമാകാൻ സാധ്യതയില്ലേ? അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളുണ്ട്. മാത്രമല്ല എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്. അതുകൊണ്ട് എന്റെ കുട്ടി എന്നെ കൊണ്ടാക്കണം, ഞാൻ അല്ലാതെ സമ്മതിക്കില്ലാന്ന് നിർബന്ധമായി. അങ്ങനെ വലിയ നിർബന്ധമായപ്പോ ഉടനെ മകൻ പറഞ്ഞു ഭാര്യയോട്, എന്നാ ഒരു കാര്യം ചെയ്യും, അച്ഛന്റെ മുറുക്കാമ്പുതി അവിടെ അച്ഛന്റെ അടുത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ കൊണ്ടെടുക്കുന്ന അത്യാവശ്യം അതൊക്കെ ഇഷ്ടോളാൻ പറഞ്ഞു, ഞാൻ കൊണ്ടാക്കിയിട്ടുള്ളൂ പറഞ്ഞു. എന്നിട്ട് എവിടെ കൊണ്ടുപോയെന്നറിയോ? അച്ഛനെ എഴുന്നേപ്പിച്ചിരുത്തി, അച്ഛനെ എഴുന്നേപ്പിച്ച് തോളത്ത് കൈയിട്ട് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയെന്നറിയോ? തൊട്ടടുത്ത് മകന്റെ ബെഡ്റൂമിലേക്ക്, നേരെ മകന്റെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ഇരുത്തി സാധനം എല്ലാം വെച്ചുറപ്പിച്ച ശേഷം ആ മകൻ ചോദിച്ചു, എന്നാലും എന്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇത്രയും കാലം ഉണ്ടായ അന്ന് തൊട്ട് നിരവധി രാത്രികൾ ഉറങ്ങാതെ വീട്ടിലും ആശുപത്രികളിലും കാവലിരുന്ന് കൊണ്ടു നടന്ന് പട്ടിണി കിടന്ന് വളർത്തി വലുതാക്കി ജോലിയും വാങ്ങിത്തന്ന് കല്യാണം കഴിപ്പിച്ച് കുടുംബം ഉണ്ടാക്കി തന്ന് ഈ ജീവിതത്തിൽ ഇത്രയും എത്തിക്കഴിഞ്ഞപ്പോൾ എന്റെ അച്ഛനെ കൈച്ചൂട്ട് പോലെ കുത്തിക്കെടുത്തി വലിച്ചെറിയണമെന്നാണ് അച്ഛൻ പറഞ്ഞെന്ന് ചോദിച്ചു. കൈച്ചൂട്ട് എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ അപ്പുറത്തുനിന്ന് കൈച്ചൂട്ട് കെട്ടി വരും, എന്നിട്ട് ഇവിടെ കയറുമ്പോൾ എന്ത് കുത്തിക്കെട്ടി എറിയും, ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന കൈച്ചൂട്ടാകണം എന്ന് അങ്ങനെ അച്ഛനെ ഞങ്ങൾ കരുതിയെന്ന് ചോദിച്ചു. എന്തൊരച്ഛൻ അങ്ങനെ വിചാരിച്ചല്ലോ എന്ന് പറഞ്ഞ് മകൻ കരഞ്ഞു, അച്ഛനും കരഞ്ഞു, കെട്ടിപ്പിടിച്ച് സന്തോഷാസുകൾ പൊഴിച്ച മനോഹരമായ കുടുംബം. അപ്പൊ ആ മകനെ പോലുള്ള മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഭൂമിയിൽ സ്വർഗമല്ലേ? ശരിയാണോ? അപ്പൊ ഈ ഭൂമിയിൽ സ്വർഗം പണിയാൻ നമ്മുടെ ഹൃദയമല്ലേ പ്രധാനം? അപ്പൊ ഹൃദയശുദ്ധി ഉണ്ടാക്കാൻ നന്മകൾ നിറഞ്ഞ കഥകളും പാഠങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ മുതിർന്നവരും ചിലപ്പോൾ നന്നായേക്കാം. ഈ റീനറ്റിന്റെ വരെ വന്നോ പിന്നീട്? ഓക്കെ അല്ലേ? ഇനി ഞാൻ നീട്ടി പറഞ്ഞാൽ നിങ്ങളൊക്കെ ഉപദ്രവിക്കൂല, അതുകൊണ്ട് ഞാൻ നിർത്തി. ഏതായാലും വളരെ സന്തോഷം, എനിക്കുള്ള സന്തോഷം ഞാൻ പറഞ്ഞു നിങ്ങളെക്കാളും. കാരണം ഈ മനോഹരമായ ഈ സായം സന്ധ്യ എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്ക് കടന്നു പോവുകയാണ്. അപ്പൊ 2025 കടന്നു പോകുന്ന സമയത്ത് ഒടുവിലുള്ള മണിക്കൂറുകളിൽ മണാശ്ശേരി പ്രദേശത്തെ ഹൃദയശുദ്ധിയുള്ള കൂട്ടായ്മയുള്ള നന്മയുടെ പ്രതീകങ്ങളാൽ ജാതിമതാദി ചിന്തകൾക്ക് അതീതമായി ഒരുമിച്ച് നിൽക്കുന്ന മനോഹരമായ സംസ്കാരം കാത്തുനിൽക്കുന്ന നന്മ നിറഞ്ഞ നിങ്ങളുടെ ഏതാനും മണിക്കൂറുകളുടെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ പ്രസന്നമായ മുഖം കാണാനും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് ചേർന്ന് എനിക്ക് അനുഗ്രഹം കിട്ടുമല്ലോ. ആ സന്തോഷത്തിലപ്പുറം ഈ കൊല്ലം എനിക്കൊന്നും കിട്ടാനില്ല. 2 അമ്മമാരോട് ഇരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾ അനുഗ്രഹിക്കണം. ഈ നന്മയ്ക്ക് പങ്കെടുക്കാൻ വിളിച്ച രവിയേട്ടനും രവീന്ദ്രമാഷ്, ഗോപാലേട്ടൻ, റീന ടീച്ചർ തുടങ്ങിയ എല്ലാവരോടും നന്ദി പറയാം അല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ ഇത്ര നേരം ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു വിഷമമില്ല എന്നറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം എല്ലാവർക്കും.